വെൽക്കം ടു R4V ഗാർഡൻ. ഞാൻ വിജയലക്ഷ്മി. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് വാഴക്കൃഷിയെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ വളരെ കുറച്ച് സ്ഥലത്ത് നമുക്ക് എങ്ങനെ വാഴ കൃഷി ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രൂപ പോലും ചിലവില്ലാതെ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ വാഴ കൃഷി ചെയ്യാം, ഇതുപോലെ നമുക്ക് കൊലകളൊക്കെ തന്നെ മുറിഞ്ഞെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. കൃഷി സ്നേഹിക്കുന്ന എല്ലാ കർഷക സുഹൃത്തുക്കളെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനും കാണാനായി ശ്രമിക്കുക. ഇതെൻ്റെ വീടിൻ്റെ പുറകുവശമാണ്. അപ്പോൾ അവിടെ കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ അവിടെയാണ് ഞാൻ ഈ വാഴയെ കൃഷി ചെയ്യുന്നത്. ആദ്യം ഞാൻ ചാക്കിലായിരുന്നു വാഴയെല്ലാം തന്നെ കൃഷി ചെയ്തിരുന്നത്. അപ്പോൾ അത് ഇലകൾക്ക് വേണ്ടിയിട്ടാണ് എടുത്തിരുന്നത്. അപ്പം ഉണ്ടാകുന്ന കൊലകൾക്ക് വളരെ ചെറുതായിരിക്കും. അപ്പോൾ താഴെ നട്ടുകൊടുത്താൽ മാത്രമേ ഇത് നല്ല രീതിയിൽ നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള കൊലകളൊക്കെ തന്നെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഞാൻ ഈ വാഴക്കന്നുകളൊക്കെ തന്നെ വെച്ചത്. അപ്പോൾ ഒട്ടും തന്നെ മണ്ണില്ലായിരുന്നു. അപ്പോൾ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ വാഴകളാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 3 വാഴകളെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ 3 വാഴയും തന്നെ കൊലച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഏത്ത വാഴയാണ്. അപ്പോൾ ഒത്തിരി കാലം കൊണ്ട് ഞാൻ ഈ വാഴ ഇവിടെ നടുന്നുണ്ടായിരുന്നു. പക്ഷേങ്കിൽ പെരുച്ചായിയുടെ ശല്യം ഉള്ളതുകൊണ്ട് ഒന്നും തന്നെ കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും വെച്ച 3 വാഴകളൊക്കെ തന്നെ കൊലച്ചിട്ടുണ്ട്. അപ്പോൾ കേൾക്കുമ്പോൾ ചിലപ്പം പൊട്ടത്തരാണെന്നൊക്കെ തോന്നും, എന്നാലും ഞാനിത് നട്ടിട്ടുണ്ട്. അപ്പോൾ നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരുന്നപ്പോഴത്തേക്കും ഇതെല്ലാം തന്നെ ശരിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു വാഴയിലേക്കും നമുക്ക് ആരുടെയും വീട്ടിലൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇത് വിളയിച്ചെടുക്കാവുന്നേ ഉള്ളൂ. വളരെ കുറച്ച് സ്ഥലം മാത്രം മതി ഇതൊക്കെ തന്നെ ചെയ്യാനായിട്ട്. ഒരു സപ്പോർട്ട് കൊടുത്താൽ മാത്രം മതി. ഇതുപോലത്തെ വാഴക്കന്നുകളാണ് എനിക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. വളരെ ചെറിയ വാഴക്കന്നുകളാണ്, പക്ഷേ നല്ല അത്യുൽപാദന ശേഷിയുള്ള കന്നുകളൊക്കെയാണ് അവിടെ നിന്ന് കിട്ടുന്നത്. നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. എത്ര വേണം നമുക്ക് സ്ഥലമുള്ള അനുസരിച്ചിട്ട് അവിടെ നിന്ന് തരുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ കിട്ടിയ വാഴക്കന്നുകളാണ്. ഇപ്പോൾ 2-3 ഞാൻ നട്ടിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ വാഴ നട്ടിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അല്പം മണ്ണ് മാറ്റിയിട്ട് ഇങ്ങനെ ഈ കന്ന് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തന്നെ വളർന്ന് വലുതായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നട്ടിട്ടുള്ളതാണ് ഇതും കുറച്ച് മണ്ണ് മാറ്റിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഒത്തിരി ആഴത്തിലൊന്നും ഇത് കുഴിക്കാൻ പറ്റത്തില്ല, കുറച്ച് മണ്ണേ ഉള്ളൂ. അങ്ങനെയാണ് ഈ തൈ നട്ടിരിക്കുന്നത്. ഇപ്പോൾ 2 എണ്ണം നട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത്രയുള്ള സ്ഥലത്ത് വന്നിട്ട് ഇവിടെ ഞാൻ കുറച്ച് ഇതിൻ്റെ മണ്ണ് മാറ്റി ഒരു തൈയും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെയുള്ളതെന്ന് പറയുന്നത് ഇതാണ്. ഇതും കുറച്ച് സ്ഥലമാണ്, അതിൽ ചെറുതായിട്ട് മണ്ണ് മാറ്റിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതും മുളച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ആ നിൽക്കുന്ന വലിയ 3 വാഴകൾ ഞാൻ ആദ്യമേ തന്നെ നട്ടത്. ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ഇത് ഇച്ചിരി വലുതായി വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ചുവട്ടിലെ മണ്ണെല്ലാം തന്നെ ഫില്ല് ചെയ്താണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ മണ്ണൊക്കെ തന്നെ ഇവിടെ ഇല്ലാത്തത് കാരണം ഇപ്പോൾ റോഡിലുള്ള ഒലിപ്പ് മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് വരും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓടയൊക്കെ വൃത്തിയാക്കുന്നുണ്ടെങ്കിൽ റോഡിൽ ഒത്തിരി മണ്ണ് ഇങ്ങനെ വെട്ടിയിട്ടേക്കായിരിക്കും. അപ്പോൾ അത് ചോദിച്ചു കഴിഞ്ഞാൽ കോർപ്പറേഷനുകാർ എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്കും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഫില്ല് ചെയ്താണ് ഇതെല്ലാം തന്നെ വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ ഈ വാഴയ്ക്ക് കൊടുത്തിട്ടുണ്ടാകുന്ന ചാരമാണ്. അപ്പോൾ നമ്മൾ വിറക് കത്തിക്കുന്ന ചാരമാണിത്. ഇതാ മണ്ണിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ തന്നെ ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് മാറി ഇങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതൊന്നും 1 രൂപ പോലും ചിലവില്ലാണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ചാരം ഒരുപാട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന വാഴക്കൊക്കെ തന്നെ. ഇത് വലുതായി വരുന്ന സ്റ്റേജ് അനുസരിച്ച് നമുക്ക് ഈ ചാരം ഇടയ്ക്കൊക്കെ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഈ വാഴക്ക് കൊടുക്കുന്ന വളം എന്ന് പറയുന്നത് കോഴി വളമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ തന്നെ ആ വളമെല്ലാം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചുവട്ടിലായിട്ട്. അപ്പോൾ കോഴിക്കൊടി വൃത്തിയാക്കുമ്പോഴത്തേക്കും കോഴി വളം എടുത്ത് ഇതിനിടുന്നതാണ്. വീട്ടിൽ കോഴികളൊക്കെ തന്നെ വളർത്തുന്നുണ്ട്. അപ്പോൾ കോഴി വളം 1 രൂപ പോലും ചിലവില്ലാണ്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് വാഴയ്ക്ക് ഇടയ്ക്കൊക്കെ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കോഴി വളം എന്ന് പറയുന്നത് ഒത്തിരി പഴക്കമൊന്നും ഉള്ളതല്ല. എന്തായാലും മൂട്ടിൽ ഇട്ടിട്ടില്ല, അതിൻ്റെ തടത്തിലാണ് ഈ കോഴി വളമൊക്കെ തന്നെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഇനി മണ്ണ് കിട്ടുന്ന അനുസരിച്ച് ഇതിൻ്റെ മേൽ ഭാഗത്തായിട്ട് കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കുന്നതാണ്. ഈ വാഴയൊക്കെ വളരാനായിട്ട് പിന്നെ 3ാമതായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള വളം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ പച്ചക്കറി വേസ്റ്റിനെല്ലാം ഇതുപോലൊരു ബക്കറ്റിനകത്താക്കി വെച്ചതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നിറയെ ജൈവസ്ലറിയൊക്കെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. 2-3 ദിവസം ഈ പച്ചക്കറി വേസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ അഴുകി വരുന്നതാണ്. അപ്പോൾ അതിനെ വെള്ളമായിട്ട് ലയിപ്പിച്ചതിന് ശേഷം നേർപ്പിച്ചിട്ട് ഒരു ബക്കറ്റ് വെച്ചിട്ട് ഇങ്ങനെ കോരി എടുത്തിട്ട് ഞാൻ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ്. മെയിനായിട്ട് ഈ വാഴയ്ക്കൊരു
3-4 ദിവസം കൂടുമ്പോൾ ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഇതിന് ചെറിയൊരു സ്മെല്ലൊക്കെ ഉണ്ട്. ശർക്കര ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും സ്മെല്ല് കാണത്തില്ല. അപ്പോൾ ഈ താഴെ ഇരിക്കുന്ന ചെടിക്കൊക്കെ ഇങ്ങനെയാണ് ഒഴിക്കുന്നത്. അപ്പം ഇതിന് ചെറിയൊരു വാടയുണ്ട്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. ഇതൊന്നും തന്നെ 1 രൂപ പോലും ചിലവില്ലാണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വളമാണ്. അപ്പോൾ ആവശ്യത്തിനുള്ളത് നമുക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബാക്കി ഒന്ന് അടച്ച് വെച്ചേക്കുന്നതാണ് നല്ലതാണ്. അല്ലെങ്കിൽ കൊതുകൊക്കെ വന്ന് മുട്ടയിടുന്നതാണ്. അപ്പോൾ ഈ സ്ലറിയെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള കൊല തന്നെയാണ്. പഴങ്ങളൊക്കെ തന്നെ നല്ല സൈസായിട്ട് വരുന്നുണ്ട്. ഈ ഏത്തവാഴയ്ക്കൊക്കെ നല്ല രീതിയിലുള്ള ജലസേചനം ആവശ്യമാണ്. ദിവസവും 1 പ്രാവശ്യമെങ്കിലും ഇതിൻ്റെ ചുവടൊക്കെ നല്ല രീതിയിൽ നനച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള വിളവ് കിട്ടുകയുള്ളൂ. ഈ വാഴക്കൊലകളൊക്കെ തന്നെ അത്യാവശ്യം നല്ല സൈസുള്ള കൊലകൾ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് കൊണ്ട് കുറച്ചൊന്ന് ചരിഞ്ഞു പോയി. അപ്പോൾ ഇന്നലെ വന്നിട്ട് ചേട്ടൻ ഇതെല്ലാം തന്നെ ഈ കമ്പിയിലോട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കുറച്ചൊന്ന് ഒടിഞ്ഞു വീണാലും തന്നെ ഉപയോഗിക്കാൻ പറ്റാവുന്നുള്ളൊരു പരുവം എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് നല്ല വിളഞ്ഞ് കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഇത് ഒത്തിരി ഹൈറ്റ് വെച്ചിട്ടുള്ള ഒരു വാഴയാണ്. ഏകദേശം 2ാമത്തെ നില വരെ എത്താറായിട്ടുണ്ട് ഇത്. അപ്പോൾ ഒത്തിരി ഹൈറ്റുള്ളതാണ്. എങ്കിൽ പോലും നല്ല പടലേക്കുള്ള ഒരു കൊലയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി 1 മാസം കൂടെ കഴിഞ്ഞാൽ തന്നെ ഇത് വിളവെടുക്കാൻ പാകമാവും. അപ്പോൾ വളരെ കുറച്ച് സ്ഥലമുള്ളവർക്ക് പോലും ഇലകൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ തന്നെ വാഴ നടാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നട്ട് കഴിഞ്ഞ ശേഷം ഇതുപോലെ നമുക്ക് കൊലകളൊക്കെ തന്നെ മുറിഞ്ഞെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും വളങ്ങളൊക്കെ ഞാൻ ഈ ചെടിയൊക്കെ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരുപാട് തൈകളൊക്കെ തന്നെ ഉണ്ടായി നിൽപ്പുണ്ട്. ഒരു തൈകളെ ഞാൻ വന്നിട്ട് ഇതിന്ന് വെട്ടിയൊന്നും മാറ്റിയിട്ടില്ല. അപ്പോൾ ഇതിന് നിന്ന് വളർന്ന് കൊലയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കിട്ടട്ടെ. അപ്പോൾ ഇനി ഇത് ഇളക്കി നടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നാമത് ഒട്ടും തന്നെ സ്ഥലമില്ല. പിന്നെ ഇളക്കി നട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ വെട്ടാനൊക്കെ ഇച്ചിരി പാടാണ്. വേറെയും കുറച്ച് മരങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ കൂടെയൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്ര സ്ഥലം മാത്രമേ ഉള്ളൂ. പിന്നെ ഈ മണ്ണിടുമ്പോൾ താഴെ വീണ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ബോർഡർ ചെയ്ത് ഗ്രോ ബാഗിൽ ഇഞ്ചിയൊക്കെ തന്നെ വെച്ചിട്ടുണ്ട്. മണ്ണിങ്ങ് ചുരിഞ്ഞ് വീഴാണ്ടിരിക്കാനായിട്ട്. അപ്പോൾ ഇച്ചിരിയെങ്കിലും സ്ഥലമുള്ളവർ ഒരു വാഴക്കന്നൊക്കെ ഇതുപോലെ വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.